ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നമ്മുടെ ഇംഗ്ലണ്ടിൽ ഹാലോവിൻ ഡേ ആയിട്ട് നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു ഫാമിൽ മത്തങ്ങ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഹാലോവിൻ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാക്കളുടെ ദിവസമാണ്. നമ്മൾ ഈ ഒരു ടൈമിൽ ഇംഗ്ലണ്ടിൽ എവിടെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ഇതുപോലുള്ള മത്തങ്ങയും അതുപോലെ ആത്മാക്കളുടെ ഓരോ രൂപങ്ങളും അവരുടെ മുഖം മൂടിയും എല്ലാം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം പോലത്തെ വേറെ രീതിയിലുള്ളൊരു ആഘോഷമാണ് ഇവിടുത്തെ ഇവരുടെ. അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത്, അതായത് സ്കോട്ടിഷുകാരും ഐറിഷുകാരൊക്കെ ഏതാണ്ട് 2000 വർഷം മുമ്പ് മുതൽ ഇതൊക്കെ ആഘോഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള രേഖകളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സമ്മർ ടൈമിൽ ഈ വിളവെടുത്തുണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങളെല്ലാം കൂട്ടി വെച്ച് അവർ കൃഷിക്കാരെല്ലാവരോടും കൂടി ഒത്തുചേർന്ന് ഇവർ മദ്യവും ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ ഹാലോവിൻ ഡേ എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് വർഷാവസാനം എന്ന് പറയുന്നത് ഒക്ടോബർ 31 ആയിരുന്നു ആ കാലഘട്ടങ്ങളിലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 31 കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള തണുപ്പാവും. അപ്പോൾ തണുപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ തണുപ്പ് സമയത്ത് രാത്രിയുടെ ദൈർഘ്യം കൂടും. രാത്രി കൂടുതലായിരിക്കും, പകൽ കുറവായിരിക്കും. അപ്പോൾ രാത്രി കൂടുതലായിരിക്കുന്ന സമയത്ത് ആത്മാക്കളൊക്കെ ഭൂമിയിലേക്ക് നുഴഞ്ഞു കയറുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആത്മാക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവർ വലിയ രീതിയിലുള്ള തീയെല്ലാം കത്തിച്ച് ഇതുപോലെ ഇങ്ങനെ മത്തങ്ങയെല്ലാം കാർവ് ചെയ്ത് അതിനുള്ള മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അപ്പോൾ ആത്മാക്കളെ പേടിപ്പിച്ച് ഓടിക്കും എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ നടത്തി പോന്നിരുന്നത്. അത് ഇപ്പോഴും ഇതുപോലെയുള്ള രീതിക്ക് ഇവിടെ ആഘോഷിച്ചു വരുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഫാമുകളിൽ അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ കൃഷിത്തോട്ടങ്ങളിൽ മത്തങ്ങയെല്ലാം നട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ മത്തങ്ങ നമുക്കിതേപോലെ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം നേരത്തെ ബുക്ക് ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെയുള്ള ഫാമുകളിലെ മൃഗങ്ങളെല്ലാം കണ്ട് അതുങ്ങളുടെ കൂടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കുറച്ച് ടൈമൊക്കെ ചിലവഴിച്ച് നമുക്ക് അവരുടെ കൃഷിത്തോട്ടത്തിൽ പോയി മത്തങ്ങയെല്ലാം പറിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ ഇവിടുത്തെ. ഇതുപോലെ വ്യത്യസ്ത തരം ഒത്തിരി ആടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പൊതുവേ ഇവിടെ ഒരുപാട് രോമമുള്ള ടൈപ്പ് ആടുകളാണ് കൂടുതലും കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ പാകത്തിനുള്ള ഒരു ശരീരഘടനയാണ് ഇങ്ങനത്തെ ആടുകൾക്ക്. അപ്പോൾ നമ്മൾ പുറത്ത് വേറൊരു കൂട്ടിൽ നമ്മുടെ നാട്ടിലെ ടൈപ്പ് ആടുകളെയൊക്കെ ഇവിടെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഈ ഗൂസ് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഇവിടെ വളർത്തുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, ഈ സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഷെഡുകളിൽ ഇവരൊരുപാട് ആക്ടിവിറ്റീസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനുള്ളതും അതുപോലെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാനുള്ള ഏരിയയും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഷെഡിൻ്റെ ഉള്ളിൽ ഇവർ പശുക്കളെയും അതുപോലെ കഴുത അങ്ങനെയുള്ള കുറച്ച് മൃഗങ്ങളെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് നമുക്ക് ഇത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്ന ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ പശുക്കളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ വേറെ വേറെ ഷെഡുകളിലൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ പശുക്കളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശുക്കൾക്കെല്ലാം പാസ്പോർട്ടുണ്ട്. എല്ലാം വേറെ രാജ്യങ്ങളിൽ നിന്നും കയറി വരുന്നതായതുകൊണ്ട് പശുക്കൾക്കെല്ലാം പാസ്പോർട്ടും ഉണ്ട്. ഏതാണ്ട് നമ്മുടെ നാട്ടിലൊരു 4 ലക്ഷം 5 ലക്ഷം രൂപ വില വരും ഇവിടുത്തെ ഓരോ പശുക്കൾക്ക്. അപ്പോൾ അതനുസരിച്ചുള്ള നല്ല കറവയുള്ള പശുക്കളായിരിക്കും കേട്ടോ. അത് വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നാണ് ഇവിടെ വളർത്തുന്നത്. അതുകൊണ്ടാണ് ഇതുങ്ങൾക്കൊക്കെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഇവിടെ എത്തിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മൃഗങ്ങളെല്ലാം കണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള സ്ഥലം മത്തങ്ങയെല്ലാം നട്ടിരിക്കുന്ന ഒരു ഏരിയയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഒരു ഏരിയയിൽ മത്തങ്ങ നട്ടിങ്ങനെ നമുക്ക് പറിക്കാൻ പാകത്തിന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവർ നല്ല മൂത്ത് കിടക്കുന്ന മത്തങ്ങയൊക്കെ പറിച്ച് ഇതേപോലെ ഡിസ്പ്ലേ പോലെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളെല്ലാം പറ്റും. പിന്നെ അവിടെ ഇരിക്കുന്ന മത്തങ്ങയൊക്കെ നമുക്ക് എടുത്തിട്ട് പോവാം. ഒരാൾക്ക് ഒരെണ്ണം വെച്ച് എടുത്തിട്ട് പോവാം. പിന്നെ നമുക്ക് ഇവർ നട്ടിട്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ പറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള ഏരിയ ഉണ്ട്, അവിടെ നമുക്ക് പറിക്കാം. പിന്നെ ഇതുപോലെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഫുഡ് കാര്യങ്ങൾ കഴിക്കണേനും
അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇത് ആത്മാക്കളുടെ ഒരു സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ഷെഡാണ് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു ഫെൻസ് കെട്ടി കുറച്ച് മൃഗങ്ങളെയൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ ഈ നടക്കുന്ന ആടുകൾ ഇവിടെ വെറുതെ തുറസായിട്ടങ്ങ് അഴിച്ചു വിട്ടേക്കുന്നത്, അതിന് ഫെൻസ് കെട്ടിയിട്ടേക്കുന്നതൊന്നുമല്ല. അത് നമ്മുടെ അടുത്തെല്ലാം വരും, നമുക്കിതിനെ പിടിക്കും കാര്യങ്ങളതെല്ലാം ചെയ്യാൻ നല്ല ഇണക്കമുള്ള ആടുകളാണ് കേട്ടോ. നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള രോമവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന, അതായത് നമുക്ക് കൈ കടക്കില്ല ആ രീതിയിലുള്ള രോമ. നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ, രസമാണ് അതിനെ പിടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇതാണ് കേട്ടോ മത്തങ്ങയൊക്കെ കുറേ പേരൊക്കെ പറിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ അതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞു പോയിട്ട് അങ്ങനെ കിടക്കുന്നതും ഒത്തിരി ഉണ്ട് ഇവിടെ, ഒത്തിരി ഉണ്ട് കണ്ടോ. ഇതുപോലെ ഒരുപാട് മത്തങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ പറിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് എടുത്തിട്ട് പോവാം. അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും മത്തങ്ങ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടിച്ചുകൊണ്ട് പോവാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 മത്തങ്ങ ഇതിൽ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.